പക്ഷേ ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് പോലും വലുതാക്കിയിട്ട് എന്താ പറയാ ഡിവോഴ്സിന്റെ വക്കത്ത് വരെ എത്തിച്ച ഒരാള് ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്. അത് ഞാൻ എന്റെ കൺമുന്നിൽ എനിക്ക് കാണേണ്ടി വന്നു. ഇപ്പം എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നാലോ റാൻഡംലി കാണാൻ പറ്റും ആൾക്ക്, അല്ലെങ്കിൽ ആളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നാലോ ഞാൻ കാണും. അങ്ങനെ ഈ ആളുടെ മെസ്സേജ് കാണാനിടയുണ്ടായി, ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ നീ ഡിവോഴ്സ് ചെയ്യടാ, ഞാനുണ്ട് നിന്റെ സപ്പോർട്ടിന്, നിന്റെ ഭാവി കാര്യങ്ങളിലൊക്കെ ഞാനുണ്ട് എന്നുള്ളത്. GS with Ash എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഐശ്വര്യ പലർക്കും അവരെ അറിയുന്നുണ്ടാകും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ എയർ ഹോസ്റ്റസ് ആയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഐശ്വര്യ. ഫ്ലൈറ്റിലെ ക്യാബിൻ ക്രൂവിന്റെ ലൈഫും കാര്യങ്ങളും ഒക്കെ വ്ളോഗാക്കി ചെയ്തുകൊണ്ടാണ് ഇവർ ലൈം ലൈറ്റിലേക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കെ ഐശ്വര്യയോട് വിരോധമുള്ള ഏതോ ഒരാൾ, അത് ആരാണെന്ന് ഐശ്വര്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അയാൾ ഐശ്വര്യ ജോലി ചെയ്യുന്ന എയർലൈൻ കമ്പനിയിലേക്ക് മെയിൽ അയച്ചു. മെയിലിൽ എന്തായിരുന്നു എന്ന് വെച്ചാണെങ്കിൽ ഐശ്വര്യ ഒരു മോശം സ്ത്രീയാണ്, ക്രിമിനൽ ആണ്, ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്യുന്നു, ഒരുപാട് പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. എന്തായാലും ഈ മെയിൽ വന്നതോടെ കമ്പനി എന്താക്കി ഐശ്വര്യയോട് യൂട്യൂബ് ചാനൽ നിർത്താൻ ആവശ്യപ്പെട്ടു. പക്ഷെ ചില ഫാമിലി ഇഷ്യൂസ് കാരണം ഓൾറെഡി കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യാൻ നിൽക്കായിരുന്നു ഐശ്വര്യ. അങ്ങനെ അവർ ആ ജോലി മതിയാക്കി പോരുകയാണ് ഉണ്ടായത്. എന്തായാലും അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ നാട്ടിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തുന്ന ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഐശ്വര്യ അവരുടെ ചാനലിൽ Q&A സെഷനിൽ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വെച്ചത്. അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഐശ്വര്യ അവരുടെ ഭർത്താവിന്റെ ഫാമിലിയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും കമന്റുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭർത്താവിന്റെ അമ്മ എന്ന് പറയുന്ന ഒരു നിത്യരോഗിയാണ്. സോ അവരെ ഒന്നും നോക്കാതെ ഐശ്വര്യയും ഭർത്താവും അടിച്ചു പൊളിച്ച് നടക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും ഐശ്വര്യയെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാമുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ ഐശ്വര്യ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് ഐശ്വര്യക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതൊന്ന് കേട്ടോക്കാം. അപ്പം എന്തുകൊണ്ടാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകാത്ത, ഹസ്ബൻഡ് ഫാമിലി ആയിട്ട് അടിച്ചു പിരിഞ്ഞോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് തുടങ്ങിയ ഒരു Q&A ആയിരുന്നു അത്. അതിനുശേഷം ഈ റീസെന്റ് നടന്ന ഒരു ഫംഗ്ഷൻ റിലേറ്റഡ് ഒക്കെ ആയിട്ട് ഒരാളുടെ കമന്റ്, നമ്മൾ അറിയാവുന്ന ആരോ ആണ്, അറിയാത്ത ആൾക്കാർ അതിനുശേഷം അതിന് താഴെയായിട്ട് കമന്റുകളും വന്നിട്ടുണ്ട്. അപ്പം എന്റെ ഭാഗം എനിക്ക് ക്ലിയർ ആക്കണമല്ലോ. ആക്ച്വലി ആരാണ്, എന്താണ് ഇഷ്യൂ, ഞാൻ കാരണമാണോ ഫാമിലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടൊന്നും ഒരു ബന്ധമില്ല, ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ കാരണമാണോ, ഞാൻ ഇപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമന്റ്. എന്നാൽ ഞാൻ അതിവിടെ കൊടുക്കാൻ സ്ക്രീനിൽ. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആണ് യഥാർത്ഥത്തിൽ എന്താണ് ഫാമിലി ഇഷ്യൂസ്, എന്തുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാട്ടോ. സോ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വീട്ടിൽ നിൽക്കണം, അല്ലെങ്കിൽ എവിടെ നിൽക്കണം, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണോ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും എല്ലാവരും ഓരോന്ന് ചൂസ് ചെയ്യാം. ഇതിപ്പം മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണല്ലോ. കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണം, ആരും ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കണം എന്നുള്ളത് ഒന്നും പറയുന്നില്ല. അപ്പം നമ്മളാണ് എല്ലാം സാക്രിഫൈസ് ചെയ്ത് നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത്. ആ ചെന്ന് കയറുന്ന വീടിനെ കുറിച്ച് നമുക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും. ചെന്ന് കയറുന്ന വീട്ടില് ഞാനും എന്റെ ഭർത്താവും, അതായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രണ്ടുപേരും. പക്ഷെ എന്നാലും ഒരുപാട് പെൺകുട്ടികൾ, അതും കൂടാതെ ആ ഹസ്ബൻഡിന്റെ ഫാമിലി, അതായത് അവരുടെ അപ്പനെയും അമ്മയെയും പോലെ സ്വന്തം അപ്പനും അമ്മയായിട്ട് കാണുന്നവരുണ്ട്. അതേപോലെ തന്നെയായിരുന്നു ഞാനും എന്റെ ഹസ്ബൻഡും അപ്പനും അമ്മയും അടങ്ങുന്നതാണ് എന്റെ ഒരു ഫാമിലി എന്ന് കണ്ടിട്ടാണ് ഞാൻ ആ കുടുംബത്തേക്ക് ചെന്ന് കയറുന്നത്. അപ്പോ ഒരു നിങ്ങൾക്കറിയാം, ഓൾമോസ്റ്റ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 8-9 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ് ഞങ്ങള്. ഒത്തിരി എന്താ പറയാ സങ്കല്പങ്ങളും എല്ലാം കൊണ്ടും എന്റെ ഒരു സ്വർഗരാജ്യം എന്നുള്ള രീതി തന്നെയാണ് കയറി ചെല്ലുന്നത്. പക്ഷേ എല്ലാ പെൺകുട്ടികളും ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡിനെ മാത്രം എക്സ്പെക്ട് ചെയ്തിട്ട് കയറുന്ന ഒരു വീട്ടിലേക്ക് അപ്പനും അമ്മയും വരുന്നു. അതിനും പുറമെ വേറെയും റിലേറ്റീവ്സ് വരുമ്പോ ഞാൻ പറയാതെ തന്നെ ഗേൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും വേറെ ആൾക്കാർ താമസം ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെല്ലുന്ന വീട്ടിലെ അവസ്ഥ. ഫസ്റ്റ് ഓഫ് ഓൾ ഐശ്വര്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുടുംബത്തിനുള്ളിൽ വെച്ച് ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ ഐശ്വര്യ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ, ഫാമിലി വ്ളോഗേഴ്സ് ആയാലുള്ള. അതല്ലെങ്കിൽ ഫാമിലിയെ കുറിച്ച് ഡീപ്പായി സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്താലുള്ള പ്രശ്നം ഇതാണ്. തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വരെ പബ്ലിക് ഓഡിയൻസ് കയറി ഇടപെടും, ഓഡിറ്റ് ചെയ്യും, പ്രശ്നം കൂടുതൽ വഷളാവും. ഇത് നമ്മൾ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഐശ്വര്യയുടെ കാര്യം എടുത്താലും അങ്ങനെ തന്നെ. ഭർത്താവിന്റെ വീട്ടുകാരോടുള്ള പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരോടൊക്കെ ബോധിപ്പിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്താ ഞാനിതിനൊക്കെ പറയാം. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ നിവർത്തില്ല. ഐശ്വര്യ തന്നെ സ്വയം വാങ്ങി വെച്ച പണിയാണ്. എന്തോലും ആവട്ടെ, നമുക്ക് ഐശ്വര്യ സംസാരിച്ച കാര്യത്തിലേക്ക് വരാം. സംഗതി പുള്ളിക്കാരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെങ്കിലും ഇത് കേട്ട് ഒരുപാട് സ്ത്രീകൾക്ക് എന്റെ ലൈഫും ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാകും. ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഐശ്വര്യയുടെ അമ്മായിയമ്മ തീരെ സുഖമില്ലാത്ത ആളാണ്. സോ അവരെ നോക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത ചില ബന്ധുക്കളൊക്കെ വീട്ടിൽ സ്ഥിരമായി നിൽക്കാറുണ്ടായിരുന്നു. ഐശ്വര്യ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ആ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഐശ്വര്യ വന്നതിന് ശേഷവും അവരവിടെ തന്നെ നിന്നു. സോ അതിനിപ്പോ അവരെ കുറ്റം പറയാൻ പറ്റൂല. സുഖമില്ലാത്ത ആൾക്ക് കൂട്ടു നിൽക്കാനും അവരെ പരിചരിക്കാനും വന്നതാണ്. ഇത്രയും കാലം അമ്മയെ നോക്കിയത് അവരാണ്.
അതുകൊണ്ട് തന്നെ അവരോട് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ ഭർത്താവിന്റെ പെങ്ങൾ പ്രഗ്നന്റ് ആയി, അവരും വീട്ടിലേക്ക് വന്നു. അങ്ങനെ എന്തായി, എല്ലാരും കൂടി ഒരു ജോയിന്റ് ഫാമിലി ആയി. ജോയിന്റ് ഫാമിലി ആകുമ്പോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഏത് ഭാഗത്തു നിന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല. ഐശ്വര്യ എന്ന് പറയുന്നത് ജസ്റ്റ് ആ വീട്ടിലേക്ക് കയറി വന്നതേ ഉള്ളൂ. ഒരു പെണ്ണ് കല്യാണമൊക്കെ കഴിഞ്ഞു ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. എന്ത്, വീട്ടിലുള്ള ഓരോരുത്തരായി ഐശ്വര്യയുടെയും ഭർത്താവിന്റെയും കാര്യങ്ങളിൽ കയറി ഇടപെടാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ഐശ്വര്യ പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. അമ്മേനെ നോക്കാനായിട്ട് ആള് റിലേറ്റീവ്സിനോട് പറഞ്ഞ അങ്ങനെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരവിടെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അപ്പൊ അത് ആദ്യം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2-3 മാസത്തോളം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ കൂട്ടോടും. ജോയിന്റ് ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ അഭിപ്രായം, രണ്ടാളുടെ അഭിപ്രായം, 3-4 പേരുടെ അഭിപ്രായങ്ങളും കൂടെ കൂടുതലാവുമ്പോൾ കയറി ചെല്ലുന്ന പെൺകുട്ടിക്ക് എത്രത്തോളം ഒരു കംഫർട്ടബിൾ ആവും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത്. അതും കൂടാതെ ഹസ്ബൻഡിന്റെ സിസ്റ്ററും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് കയറി ചെന്ന 1 മാസത്തിന് ശേഷം ആള് പ്രഗ്നന്റ് ആയിട്ട് ആളും അവിടെ നിൽക്കുന്നു. ആളുടെ നീഡ്സും കാര്യങ്ങളും വരെ എനിക്ക് നോക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു 6-7 മാസത്തോളം ഞാൻ അവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. അത്രയും എന്റെ വ്ളോഗ്സ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അത്രയും ചില്ലായിട്ട് തന്നെയാണ് ഞാൻ എന്റെ 1 വർഷം മുന്നേ ഉള്ള വ്ളോഗ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഹസ്ബൻഡ് ഫാമിലിയുടെ എത്ര ഹാപ്പി ആയിരുന്നു ഉള്ളത്. ചെറിയ ചെറിയ പിണക്കങ്ങള്, പരിഭവങ്ങള്, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫാണ്. അപ്പം എല്ലാം സഹിച്ചിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളതും അവരെ നോക്കിയിട്ടുള്ളതും. അവിടെ ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, കാരണം അവരെ നോക്കത്ത കാര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ നിന്ന് ഒരുപാട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ വരെ ഇടപെടാൻ തുടങ്ങിയതിന് ശേഷം, അതായത് റിലേറ്റീവ്സ് മാത്രമല്ല കസിൻസ്, അവർ നിന്ന് നമ്മുടെ പേഴ്സണൽ കാര്യം, എന്റെ ഹസ്ബൻഡ് എന്നോട് ഒരു കാര്യം, എന്റെ പേഴ്സണൽ കാര്യം, എന്റെ ഹസ്ബൻഡിന്റെ പോട്ടെ, അപ്പനും അമ്മയും പറയുന്നത് പോലെയല്ല എനിക്കൊരു 4th പേഴ്സൺ വന്ന് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. എനിക്കെന്നല്ല, ഒരു പെൺകുട്ടിക്കും അത് ഇഷ്ടപ്പെടുന്നത്. അത്രേ ഉള്ളൂ. ഭാര്യയും ഭർത്താവിനും ഇടയിലുള്ള എന്ത് കാര്യത്തിലാണെങ്കിലും മൂന്നാമതൊരാൾ ഇടപെടാൻ അനുവദിക്കരുത്. ലൈഫ് കോഞ്ഞാട്ടായി പോകും. എല്ലാരും കൂടി ഇടപെട്ട് കോഞ്ഞാട്ടാക്കുമെന്ന് പറയുന്നതാവും ശരി. ഇനിയിപ്പോ ഐശ്വര്യയുടെ മാത്രം ഒരു കാര്യമാണെങ്കിലും, ഉദാഹരണത്തിന് ഐശ്വര്യ ജോലിക്ക് പോകുന്ന കാര്യം തന്നെ എടുക്കാം. അത് തീർത്തും ഐശ്വര്യയുടെ, അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അല്ലെ? നമുക്ക് ജോലിക്ക് പോകാൻ വേറെ ആരുടെയും അനുവാദം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പാർട്ണർ എന്ന നിലയിൽ ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാം. അതിനപ്പുറത്തേക്ക് മറ്റൊരാൾ അതിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, എല്ലാവരും കൂടി ഇടപെട്ട് അവസാനം ഐശ്വര്യയും ഭർത്താവും ഡിവേഴ്സിന് വക്കീൽ വരെ എത്തി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഐശ്വര്യ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ജോബിന് പോണ എന്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എന്റെ അമ്മായിയോ അല്ലെങ്കിൽ അമ്മായിപ്പിനോ ആരും ഒരു തടസ്സം, അവരുടെ അമ്മപ്പിനോ ആരും ഒരു തടസ്സം പറഞ്ഞിട്ടില്ല, പോകണ്ടാന്നോ ഒന്നും ചെയ്യണ്ടാന്നോ. അവരായിട്ട് അപ്പോഴും എനിക്ക് ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ഒന്നുമില്ല. പക്ഷേ ഇതാണ് സംഭവം, ഈ കൂടെയുള്ള റിലേറ്റീവ്സും സിസ്റ്റേഴ്സും ഇവരുടെ ഭാഗത്ത് നിന്നുള്ള പ്രഷറും കാര്യങ്ങളായിരുന്നു എനിക്ക് അന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളായിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡ് എപ്പോഴും ഡിസ്കസ് ചെയ്യും, ഓരോ ഫിനാൻഷ്യൽ മന്ത്ലി വരുന്ന ചെലവുകൾ, കാര്യങ്ങൾ, ഹോസ്പിറ്റലിന്റെ ബില്ലുകൾ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ തമ്മിൽ സൗന്ദര്യപ്പണക്കങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഞാൻ ഹസ്ബൻഡ് ഒരു 2 ദിവസം വഴക്കിട്ട് 3-ാം ദിവസം നമ്മളത് മാറും. പക്ഷേ ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് പോലും വലുതാക്കിയിട്ട് എന്താ പറയാ, ഡിവോഴ്സിന്റെ വക്കത്ത് വരെ എത്തിച്ച ഒരാള് ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്. അത് ഞാൻ എന്റെ കൺമുന്നിൽ എനിക്ക് കാണേണ്ടി വന്നു. ഞാൻ ജോബിന് പോയി 1 ഇയറിന് ശേഷം ലീവ് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യത്തെ ലീവിന് വന്ന സമയത്ത്, വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, വന്ന സമയത്ത് ഇപ്പം എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നല്ലോ, റാൻഡംലി കാണാൻ പറ്റും ആൾക്ക്, അല്ലെങ്കിൽ ആളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നല്ലോ, ഞാൻ കാണും. അങ്ങനെ ഈ ആളുടെ മെസ്സേജ് കാണാനിടയുണ്ടായി, ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ നീ ഡിവോഴ്സ് ചെയ്യണം, ഞാനുണ്ട് നിന്റെ സപ്പോർട്ടിന്, നിന്റെ ഭാവി കാര്യങ്ങളൊക്കെ ഞാനുണ്ട് എന്നുള്ളത്. അത് കണ്ടതോടുകൂടി സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കണ്ട് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ആള് ഉള്ളിൽ ഇത്രയും വെച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോ 4 ദിവസം ആണെങ്കിൽ ഇയാൾ ഞാൻ ഫേസ് ചെയ്ത് സംസാരിക്കുന്ന ഇയാളുടെ ഉള്ളിൽ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അല്ലെങ്കിൽ ആളുടെ പിന്നെ ഞാൻ ഇത് കണ്ടതിന് ശേഷം ഞാൻ എത്രത്തോളം ഹാപ്പി ആയിട്ട് പിന്നെ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റും. ഒരു ചെറിയൊരു ഇഷ്യൂ ഫാമിലിയിൽ വരുമ്പോൾ ഭാര്യയും ഭർത്താവും പറഞ്ഞു തീർക്കുന്ന ഇഷ്യൂസ് 3-ാമത്തെ ഒരാൾ അറിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ അത് സംസാരിച്ച് തീർക്കുക, അത് പൊട്ടെ, അല്ലെങ്കിൽ ചെറിയ ഇഷ്യൂ അല്ലെ, ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കണം, അത് തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഫാമിലിയിൽ ഇനി എന്തെങ്കിലും ഞങ്ങൾ ഇടപെട്ട് സംസാരിക്കണോ, തീർക്കണോ, അങ്ങനെ ചോദിച്ചിട്ട് പാച്ചപ്പ് ആക്കി, അല്ലെങ്കിൽ സ്നേഹ സംഭാഷണത്തിനല്ല വരുന്നത്, ഞങ്ങൾ തിരിഞ്ഞു കാണുമായിരുന്നു. അപ്പൊ ആള് നന്നായി കാണുന്ന ആഗ്രഹമില്ല, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആളുടെ ഭാഗത്തുനിന്നില്ല, അവരത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പം ആ ഒരു സപ്പോർട്ട് നമുക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. ഇതും കൂടെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി എന്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, കേട്ടല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാര്യത്തിൽ 3-ാമതൊരാൾ ഇടപെടുമ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അമിതമായി ഇടപെടാൻ വരുന്നത് ആരായാലും, അതിപ്പോ അളിയനോ മച്ചമ്പിയോ ആരോ ആയിക്കോട്ടെ, കടക്ക് പുറത്തുനിന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഐശ്വര്യയുടെ ജീവിതത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല. ഒരുപാട് പേർ ഇവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ സെയിം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എന്താന്ന് വെച്ചാണെങ്കിൽ, ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? അത് കേറുമെന്ന പെണ്ണിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന്, അല്ലെ? സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവിയാണത്. എന്താണ് കാര്യമെന്ന് പോലും അറിയാതെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയെ പ്രശ്നകാരിയാക്കി മാറ്റും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, അത്രയും കാലം താൻ വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നുമല്ല,
തീർത്തും വ്യത്യസ്തമായ ഒരു സെറ്റപ്പിലേക്കാണ് ഈ പെണ്ണ് കല്യാണം കഴിച്ച് കയറി ചെല്ലുന്നത്. സോ അവൾക്ക് അഡാപ്റ്റ് ചെയ്യാനും മറ്റും കുറച്ച് സമയം നമ്മൾ അധികം കൊടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പേ തന്നെ എല്ലാ ഉത്തരവാദിത്വവും കുടുംബഭാരവും എല്ലാം കൂടി അവളുടെ തലയിൽ ഇട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അമ്മയും അച്ഛനെയും എല്ലാം നോക്കേണ്ടത് മക്കളാണ്. അതാണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ. മക്കൾ കഴിഞ്ഞിട്ടേ മരുമക്കൾക്ക് ഉത്തരവാദിത്വം വരുന്നുള്ളൂ. പിന്നെ ഒരു കുടുംബത്തിലുള്ള പ്രശ്നമാകുമ്പോൾ എല്ലാത്തിനും രണ്ട് വശങ്ങൾ ഉണ്ടാവും. ഐശ്വര്യ പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ ഭർത്താവിന്റെ വീട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. എന്ത് തന്നെയായാലും ഇവിടെ ഐശ്വര്യയുടെ ഭർത്താവ് അവളുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഐശ്വര്യയോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇത്തരം കുടുംബ പ്രശ്നങ്ങളൊന്നും പബ്ലിക് ആക്കാതിരിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് പ്ലേസിൽ തന്നെ ഫാമിലി മാറ്റർ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനൊന്നും മറുപടി പറയേണ്ട ഗതി വരില്ലായിരുന്നു. പിന്നെ ഈ പഴയ മെന്റാലിറ്റിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ സോ കോൾഡ് നാത്തുമാരും അമ്മായിമ്മമാരും ഒക്കെ മാറേണ്ട കാലം ഇനിയും അതിക്രമിച്ചു കഴിഞ്ഞു. മക്കളെയും മരുമക്കളെയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിടുക. അവരുടെ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. യുവാക്കളാണ്, അവരുടെ കാലമാണ്. വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ കാരിൽ കെട്ടിയിടാതെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ അസൂയും കുശുമ്പും എല്ലാം മാറ്റി വെക്കുക. ആകെ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ. എല്ലാവരെയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിടുക. നിങ്ങൾ അവരോട് നല്ലപോലെ നിന്നാൽ അവർ തിരിച്ചു നിങ്ങളോട് അങ്ങനെ തന്നെ നിൽക്കും. നിങ്ങളെ പൊന്നുപോലെ നോക്കും. സ്വന്തം കാര്യം നോക്കി വയലിട്ടേച്ച് പോകാൻ അവരെ കൊണ്ട് കഴിയില്ല. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നതാണ്. സോ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ വിചാരിക്കണം. ഈ ഈഗോയും കുയിന്തും എല്ലാം കെട്ടിപ്പിടിച്ചിരിക്കാതെ ഉള്ള ജീവിതം നല്ലപോലെ ജീവിക്കാൻ നോക്കി. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണിത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.